ഇതിതുവരെ തീർന്നില്ലേ എന്നാരും വിചാരിക്കരുത് കേട്ടോ. ഇത് ഞാനിവിടെ ഇടുന്നതെന്ന് വെച്ചാൽ ഞാനിത് വരച്ചപ്പോഴുണ്ടായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ പറയാനായിട്ടാണ്. അപ്പോൾ ഞാനിത് ആദ്യം ക്യാൻവാസിൽ ഔട്ട്ലൈൻ വരച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ എനിക്കൊരു തെറ്റ് പറ്റിയായിരുന്നു. ഒരു സ്റ്റെപ്പ് മാറിയാണ് ഞാനിത് വരച്ചു തുടങ്ങിയത്. അതുകൊണ്ട് ഞാനത് വരച്ച് കുറച്ചെത്തിയപ്പോഴത്തേക്കും പണി പാളിയെന്ന് മനസ്സിലായിട്ട് വീണ്ടും ഞാൻ മായ്ച്ചിട്ട് ഒന്നുകൂടെ വരയ്ക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം ദേവി എന്നെ ഒന്ന് പരീക്ഷിച്ചതാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. പിന്നെ ഞാനത് നന്നായിട്ടൊന്നുകൂടെ വരച്ചു. അപ്പോൾ കറക്റ്റ് ആ ഒരു ഫ്രെയിമിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ അത് സെറ്റായായിരുന്നു. അങ്ങനെ രണ്ടാമതൊന്നുകൂടെ വരച്ചതിന് ശേഷം ഞാൻ പെയിൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ പ്രാർത്ഥനയോട് കൂടിയാണ് ഞാൻ എല്ലാം ചെയ്തത് കേട്ടോ. വ്രതം എടുത്തിട്ടാണ് ഞാനിത് വരച്ച് തീർത്തത്. അപ്പോൾ ഔട്ട്ലൈൻ എല്ലാം വരച്ച് തീർത്തത് ഒരു 6-6.5 മണിക്കൂർ എടുത്തു കേട്ടോ. പിറ്റേ ദിവസമാണ് ഞാൻ കളർ ചെയ്യാനായിട്ടിരുന്നത്. ആദ്യം തന്നെ അമ്പലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ആകാശമാണ് വരച്ചത്. അത് ഒരു സ്കൈ ബ്ലൂ കളറിലാണ് ഞാൻ ചെയ്തത്. പിന്നെ വൈറ്റ് കളർ വെച്ചിട്ട് ആ മേഘങ്ങളും ഒക്കെ ഒന്ന് വരച്ച് സെറ്റാക്കി എടുത്തു. ഫസ്റ്റ് അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ ഒരു നാഗത്തിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഫസ്റ്റ് വരച്ച് തുടങ്ങിയത്. ഗോൾഡൻ കളറാണ് ഫുള്ള് നമ്മുടെ അമ്പലത്തിൻ്റെ ആ ഒരു മേൽക്കൂരയെല്ലാം. എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ യെല്ലോയും ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ട് ഗോൾഡൻ കളറാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ആ താഴത്തെ നാഗത്തിൻ്റെത് വരയ്ക്കാൻ നേരത്തെ ഒരു അതിഥി എന്നെ തേടി എത്തി. ഈ അതിഥി ഉണ്ടല്ലോ, ഈ കുഞ്ഞതിഥിയാണ് എന്നെ കുറച്ചുകൂടെ ഒന്ന് ഫേമസ് ആക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞു ഷോർട്ട് വീഡിയോ ഇപ്പോൾ ഏകദേശം ഒരു 6 ലക്ഷത്തോട് അടുപ്പിച്ച് കേട്ടോ വ്യൂസ്. അങ്ങനെ അതാണ് എന്നെ കുറേ പേരിലേക്ക് എത്തിച്ചത്. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദേവിയായിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ വരച്ച് തുടങ്ങി. ബാക്കി അപ്പം മേൽക്കൂര ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ടായിട്ട് ഒരുപാട് സമയം എടുത്തത്. അപ്പം ഏകദേശം ഒരു എത്ര മണിക്കൂർ എടുത്ത് എന്നെനിക്കറിയത്തില്ല. ഒരു 5-6 മണിക്കൂറോളം ഈ ഒരു പോർഷൻ മാത്രം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുത്തു. ഇനി ഞാൻ നമ്മുടെ അമ്പലത്തിൻ്റെ ഐതിഹ്യം ഒന്ന് പറയട്ടെ. അപ്പം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു ദേവീക്ഷേത്രമാണ് കടയ്ക്കൽ ദേവീക്ഷേത്രം. പണ്ട് കടയ്ക്കലിലെ പനയപ്പൻ എന്ന് പറയുന്ന വ്യാപാരി തമിഴ്നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ചതിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഒരു സ്ത്രീയും കുട്ടിയും കടയ്ക്കലിലേക്ക് വരികയും ഈ പനയപ്പൻ എന്ന് പറയുന്ന ആളെ ഇവരെ കാണുകയും ഇവരെ സ്വന്തം പീടികയിൽ പാർപ്പിക്കാനായിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി പീടികയിലേക്ക് വരുന്ന പനയപ്പനെ ഈ സ്ത്രീ ദേവിയായിട്ട് മാറി നിഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ പനയപ്പനെ കാണാത്തത് കൊണ്ട് ആൾക്കാരൊക്കെ തിരക്കി വരുന്നു. ഇതൊരു നെട്ടൂർ കുറുപ്പ് എന്ന് പറയുന്ന ആള് പീടികയുടെ ഓട് പൊളിച്ച് നോക്കുമ്പോഴത്തേക്കും ദേവി ഇങ്ങനെ നിഗ്രഹിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ദേവിയുടെ കയ്യിലുള്ള ശൂലം എടുത്ത് നെട്ടൂർ കുറുപ്പിന്റെ കണ്ണിലേക്ക് തറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ദേവി കുറുപ്പിനോട് അകത്ത് കണ്ടത് പുറത്ത് പറയരുത് എന്നോട് പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് അമ്പലത്തിന്റെ ഒരു ഐതിഹ്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.